Hello everyone, it's me Dr. Bima from Dr. Bima Clinic for Child Development. കുട്ടികളെല്ലാവരും ബാക്ക് ടു സ്കൂൾ പോകാൻ തുടങ്ങി അല്ലേ? പുതിയ ബാഗ്, പുതിയ ബുക്ക്, പുതിയ ക്ലാസ് ടീച്ചർ, അങ്ങനെ കുട്ടികളെല്ലാവരും വളരെ കൗതുകത്തോടുകൂടിയും വളരെ സന്തോഷത്തോടുകൂടിയും ഒരു ന്യൂ അക്കാഡമിക് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഭൂരിഭാഗം കുട്ടികളുടെയും ആ ഒരു ഹാപ്പിനെസ്സിലാണ് കുട്ടികൾ പുതിയതായിട്ട് സ്കൂളിൽ പോകുമ്പോൾ. പക്ഷേ ഒരു മൈനർ പെർസെൻറ്റേജ് ഓഫ് കുട്ടികൾ എങ്കിലും ഈ സ്കൂളിനെ ഭയപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. സ്കൂൾ എൻവയോൺമെൻറ്റ്, സ്കൂളിൻ്റെ ക്ലാസ് ടീച്ചർ, ആ ഒരു സെറ്റിങ്സ് എല്ലാം ഒരു ഉത്കണ്ഠയോടുകൂടി അത് നോക്കിക്കാണുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അങ്ങനെ ആ ഒരു മൈനർ പെർസെൻറ്റേജ് ഓഫ് കുട്ടികളെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ അവരുടെ ആ സ്കൂൾ ജീവിതം മെച്ചപ്പെടുത്തി കൊടുക്കാം, അവരെ എങ്ങനെ ഈസിലി അഡാപ്റ്റബിൾ ആക്കി കൊടുക്കാം ആ ഒരു സ്കൂൾ സെറ്റിങ്ങിൽ എന്നതാണ് ഇന്നത്തെ വിഷയം. ഇതിനു വേണ്ടി മെയിനായിട്ട് ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ട രണ്ട് വ്യക്തികളാണ്. ഫസ്റ്റ് വൺ പേരൻറ്റ്, സെക്കൻഡ് വൺ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂളിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം വളരെ പോസിറ്റീവായിട്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ മെയിൻലി കുട്ടികൾ സ്കൂളിൽ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ പോലെ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂൾ സെറ്റിങ്ങിൻ്റെ എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസ്, അവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അവിടെ അസംബ്ലി, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വീഡിയോസ് പോലെ ഒന്ന് കാണിച്ചു കൊടുക്കാം. സോ ദാറ്റ് ചൈൽഡ് വിൽ ഫീൽ ഈസ്. അത് ആ കുട്ടി എൻകൗണ്ടർ ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സെക്കൻഡ് പോയിന്റ്, ബ്രേക്ക് ഡൗൺ. ഒരു സ്കൂളിൽ പോകണമെങ്കിൽ അവിടെ കുട്ടി ചെയ്യേണ്ടതായിട്ടുള്ള നേരത്തെ എഴുന്നേൽക്കണം, അതുപോലെ ഡെയിലി റുട്ടീൻ, പിന്നെ സ്കൂൾ ബസ് വരും ടൈമിൽ ആ സ്കൂൾ ബസ്സിനെ പ്രിപ്പയർ ചെയ്ത് വിടണം, അതുപോലെ അസംബ്ലി ഉണ്ടാവും, പിന്നെ ക്ലാസ് ടീച്ചർ വരും, അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് പീരീഡിൽ ടീച്ചേഴ്സ് വരും, അവിടെ പിയർ കുട്ടികളുണ്ടാവും, അവരുടെ ഇൻട്രാക്ഷൻ, അതെല്ലാം ഒന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. എങ്ങനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ വീഡിയോസ് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോസ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടികൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ റിവാർഡിങ് ആയിട്ട് ഒരു ഹെൽത്തി ആൻഡ് അവർക്ക് ഫേവറേറ്റ് സ്നാക്ക് ഉണ്ടാക്കാം. സോ ദാറ്റ് ചൈൽഡ് ഫീൽ ദാറ്റ് റീഇൻഫോഴ്സ്ഡ്. ആ ഒരു സ്കൂളിൽ പോയിട്ട് വരുന്ന ആ ഒരു കാര്യം റീഇൻഫോഴ്സ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാം. ആൻഡ് തേർഡ് പോയിന്റ്, ലിസൺ ടു ദം. അവരെന്തൊക്കെയാണോ പറയുന്നത് അത് ലിസൺ ചെയ്യുക. ആ ഒരു ക്വാളിറ്റി ടൈം പാരൻസ് സ്പെൻഡ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഒരു പിയർ ബഡീനെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ഒരു പിയർ ബഡീനെ, ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പിയർ ബഡീനെ ഹെൽപ്പിന് സീക്ക് ചെയ്യാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ പോയിന്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് സപ്പോർട്ടിങ് ടീച്ചേഴ്സ്. അതായത് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സും അവിടെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ചെയ്തു വരുവാണെങ്കിൽ അവരുടെ സ്കൂൾ ലൈഫ് വളരെ അഡാപ്റ്റബിൾ ആവാനും വളരെ കംഫർട്ടബിൾ ആവാനും അവർക്ക് നറിഷ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ആവാനും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഓൾവേസ് ബിലീവ് ഇൻ യുവർ ചിൽഡ്രൻ ആൻഡ് അൺലോക്ക് ദെയർ ഇമെൻസ് പൊട്ടൻഷ്യൽ. താങ്ക് യു.